ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സൈത്തുല എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റാവുന്ന ഒരു ചീരയുടെ ഒരു ടൈപ്പിലുള്ള ഒരു ചെടിയെക്കുറിച്ചാണ്. ഈ ചെടി എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെ ഭംഗിയായി വളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ കാണുന്ന ചെടികൾ കണ്ടില്ലേ, എത്ര ബുഷിയായിട്ടാണ് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത്, വളരെ നീറ്റായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗാർഡനിങ് ടിപ്പാണ്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുറ്റത്തുള്ള ഒരു ഹാഫ് മതിലുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നീളത്തിലുള്ള ഈ ചട്ടികൾ, ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ചട്ടികൾക്കകത്ത് ഏകദേശം പകുതിയോളം മണ്ണ് നിറച്ച് ഓരോന്നിനകത്തും ഈ ചെടിയുടെ ഒരു 8-10 കമ്പുകൾ വരിയായി നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഇത്രമാത്രം ഗ്രോത്തായി വരാൻ ഏകദേശം ഒരു 2-2.5 മാസത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച ചെടിയാണ് ഇപ്പോൾ ഈ ഒരു നീണ്ട ചട്ടികളിൽ കാണപ്പെടുന്നത്. ഇതും മുൻപ് കാണിച്ചതുപോലെയുള്ള ചട്ടികളിലേക്ക് മാറാൻ ഇനി ഒരു 1-1.5 മാസം കൂടി കഴിഞ്ഞാൽ വളരെ ബുഷിയായിട്ട് ഇത് വളർന്നു വരുന്നതാണ്. ഇത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എവിടെ വേണമെങ്കിലും വളരെ ഈസി ആയിട്ടും വളരെ ഭംഗിയായിട്ടും നമുക്ക് വളർത്താവുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഗാർഡനിനകത്ത് ഈ ചെടിക്ക് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇത് അത്യാവശ്യം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നല്ല സൂര്യപ്രകാശത്തിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം തന്നെ നല്ല ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ സൂര്യപ്രകാശം കുറവാണെന്നുണ്ടെങ്കിൽ പച്ചയും ചുവപ്പും ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് കാണപ്പെടുക. 2 രീതിയിലാണെങ്കിലും ഈ ചെടികൾ ബുഷിയായി നിൽക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ചെടികൾ തന്നെയാണ്. ഇത് വളരെ പെട്ടെന്ന് വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും വെയിലത്താണ് ഇരിക്കുന്നതെങ്കിൽ ദിവസത്തിൽ ഒരു നേരം നനച്ചു കൊടുക്കാൻ നമ്മൾ മറക്കരുത്. ഇത് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് പ്രത്യേക രീതിയിലുള്ള പോട്ടിംഗ് സോയിൽ ഒന്നും വേണ്ട. സാധാ രീതിയിലുള്ള ഏത് മണ്ണിനകത്തും ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ച് ബഞ്ചായിട്ട് നമ്മൾ ചട്ടിയുടെ സൈസിനനുസരിച്ച് നട്ടുപിടിപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മാതിരി ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് വളരെ ബുഷിയായിട്ട് വരും. ഇത് ബുഷിയായിട്ട് നീളം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിനകത്തേക്ക് ഈ ചെടിയെ വളർത്തിക്കൊണ്ട് വരാവുന്നതാണ്. അതേപോലെ നമുക്കിത് വെർട്ടിക്കൽ ഗാർഡനായിട്ട് നമുക്ക് വളർത്താൻ കേട്ടോ. ഏതെങ്കിലും ഒരു ഏരിയയിൽ വളരെ തിക്കായിട്ട് നമുക്കൊരു വെർട്ടിക്കൽ ഒരു വാൾ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ്. വളരെ ഭംഗിയായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് സാധാരണ ഒരു 1-1.5 വർഷം എത്തിക്കഴിഞ്ഞാൽ ചില ചെടികൾക്ക് കാണാറുള്ളത് പോലെ ഒരു മുരടിപ്പ് നമുക്ക് കാണാം. പൂക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ ചെടികൾ മുരടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും വെട്ടി ചെറുതാക്കുന്നതിനേക്കാൾ നല്ലത് ആ കമ്പുകളെല്ലാം പറിച്ചു മാറ്റി പുതിയ മണ്ണിനകത്ത് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എങ്കിൽ വീണ്ടും ഇതേപോലെ ബുഷിയായിട്ടുള്ള ഒരു ചെടിയായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. കീടശല്യങ്ങളും പുഴുശല്യങ്ങളും വളരെ കുറവാണ് ഈ ചെടിക്ക് വരുന്നത്. എങ്കിലും നമുക്ക് വരാൻ സാധ്യതയുള്ളത് പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്ന ഒരു വെളുത്ത പൊടി പോലെയുള്ളൊരു വസ്തു ഇതിന് തണ്ടിലും ഇലകളിലും പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. തുടക്കത്തിലെ കാണുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനി പ്രയോഗിക്കുന്നതിനേക്കാളും നല്ലത് ആ ഭാഗം അല്ലെങ്കിൽ ആ ചെടിയുടെ മൊത്തമായിട്ട് ആ ഭാഗത്തുള്ള ചെടികൾ നമുക്ക് നശിപ്പിച്ച് കളയുന്നതാണ് ഏറ്റവും ഉചിതം. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് നഴ്സറികളിലും മറ്റും വാങ്ങിക്കാൻ കിട്ടും. 1-2 ചെറിയ ബഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ഗാർഡൻ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവലി നല്ല ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇൻ കേസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ബഞ്ച് ഞാൻ അയച്ചു തരാം. പാക്കിംഗ് ആൻഡ് കൊറിയർ ചാർജസ് മാത്രം തന്നാൽ അത് ഏകദേശം 100 രൂപ വരും. താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് തൽക്കാലം ഇത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.